ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് സാധാരണയായിട്ട് കാണുന്ന ഒരു വിൻഡോ ആണ് അലേർട്ട് വിൻഡോ. അതോടൊപ്പം പ്രോംപ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു വിൻഡോ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും ജാവാസ്ക്രിപ്റ്റിലോടൊപ്പം. ഈ രണ്ട് വിൻഡോ നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഒരു സ്ട്രിങ്ങിനെ നമ്മളൊരു നമ്പറിലോട്ടുള്ളൊരു കൺവേർഷനും ബേസിക്സും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് കോഡിലോട്ട് കടക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു HTML നമുക്ക് ആദ്യം ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബോഡി ടാഗിൽ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ, വാല്യൂ നമ്മളിപ്പം സം എന്ന് കൊടുക്കാം. എന്നിട്ടൊരു ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാം. ഓൺ ക്ലിക്ക് സം എന്നായിക്കോട്ടെ ഫംഗ്ഷൻ്റെ പേര്. സോ ഇപ്പം നമ്മളൊരു ഫംഗ്ഷന് പാരാമീറ്റർ ഒന്നും ഇല്ലാതൊരു ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. നമുക്കിനി അതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ അത് നമ്മൾ സ്ക്രിപ്റ്റിനകത്ത് വന്നിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ സം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് സം എന്നൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബട്ടണെ ക്ലിക്ക് ചെയ്താൽ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് നമ്പർ ഗെറ്റ് ചെയ്യണം. നമുക്ക് ഒരു രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം num1 നമുക്കിവിടെ പ്രോംപ്റ്റ് എന്ന് പറയാം. എൻ്റെ ഫസ്റ്റ് നമ്പർ. അടുത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, num2. ഇവിടെ അത് തന്നെ പ്രോംപ്റ്റ് എൻ്റെ സെക്കൻഡ് നമ്പർ. സോ നമ്മൾ രണ്ട് നമ്പർ ഈ പ്രോംപ്റ്റ് വെച്ച് ഗെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. സോ വാർ ടോട്ടൽ ഈക്വൽസ് num1 പ്ലസ് num2. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്താണെന്ന് ഞാൻ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. അലേർട്ട് സം ഈസ് ഈക്വൽ ടു, നമുക്ക് ആ സം ഒന്ന് പ്രിൻ്റ് ചെയ്യാം. ടോട്ടലിൻ്റെ ആ വേരിയബിൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സം കിട്ടും. ഇവിടെ രസകരമായിട്ടുള്ള ഇത് റിസൾട്ട് കറക്റ്റ് ആകത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്നൂടെ നമുക്കിത് റൺ ചെയ്തിട്ടും മനസ്സിലാക്കാം. എന്നിട്ട് ആ മാറ്റങ്ങൾ വരുത്താം. അത് ഞാനിവിടെ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുന്നു 10, ദെൻ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യുന്നു 20. സോ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് 30 ആയിരുന്നു. പക്ഷേ ഇത് കണ്ട ആ നമ്പർ തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. 10 20 എന്നുള്ളത് 1020 എന്നായിപ്പോയി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. നമുക്കതിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അതിനുള്ളൊരു ഫംഗ്ഷനാണ് നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സോ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്തിട്ട് നോക്കാം റിസൾട്ട്. ഫസ്റ്റ് നമ്പർ 10 എൻ്റർ ചെയ്യുന്നു, സെക്കൻഡ് നമ്പറായിട്ട് 20 എൻ്റർ ചെയ്യുന്നു. ഇപ്പം നമുക്കത് 30 എന്നുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ അത് നമ്പർ ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് വെക്കുന്നത് സ്ട്രിങ് ആയിട്ടാണ്. സോ num1ലും num2ലും ഇരിക്കുന്ന സ്ട്രിങ് ആണ്. അതിനെ നമ്മൾ നമ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് കൺവേർട്ട് ചെയ്ത് അതിനെ നമ്പറാക്കി മാറ്റി ആ സ്ട്രിങ്ങിന്. എന്നിട്ടാണ് അഡീഷൻ നടക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അതേസമയം നമുക്ക് വേറെ പല രീതികളിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലെ വീഡിയോയിൽ കൂടെ പഠിക്കാം. അത് നമുക്ക് പാഴ്സിൻ്റെന്നും പാഴ്സ് ഫ്ലോട്ടെന്നും പറഞ്ഞ നമ്പർ ഉണ്ട്, ഫംഗ്ഷനുകളുണ്ട്. അതുകൂടാതെ നമുക്ക് യൂണറി ഓപ്പറേറ്റർ വെച്ചൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ കൺവേർഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്